പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകിയ വേളയിൽ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവമായ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രശ്ന സങ്കീർണമായ ഒരു ലോകത്തിലാണല്ലോ നാം എല്ലാവരും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഉത്തരം കിട്ടാതെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എവിടെ നിന്ന് എനിക്ക് ഉത്തരം കിട്ടും, എന്ന് എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം വരും എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യത്തിലാണല്ലോ നാം എല്ലാം ഈ നാളുകളിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടും നാം തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, നിരാശകൾ എന്ന് വേണ്ട വലിയ വലിയ ഒരു പ്രശ്നത്തിലൂടെയാണല്ലോ ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. കുറച്ച് സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നാം ദൈവത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് കുറച്ച് സമയം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരുന്ന തിരുവചനം കേൾക്കുവാൻ നമുക്ക് സമയം ചെലവഴിക്കാം. ഇന്ന് വൈകുന്നേര സമയത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിമാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പന്റെ കരങ്ങളിലേക്ക് ഈ വചനത്തെ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പറയുവാൻ ഈ എളിയവളെ ദൈവം സഹായിക്കണമേ. ഇന്ന് പകലില് തിരുവചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ നാം വായിച്ചു കേട്ടത് യോഹന്നാൻ സ്നാപകന്റെ ഒരു പ്രസംഗമാണ്. യേശുവിന്റെ മുന്നോടിയായി, യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മുന്നോടിയായി യേശുവിന്റെ കാര്യങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് യോഹന്നാൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാ. ഇവിടെ യോഹന്നാൻ വിളിച്ചു പറയുകയാ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവവൃത്യനായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. സ്വർഗരാജ്യം എന്ന വിഷയത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ്, ആ വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ദൈവവചനത്തിനുടനീളം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവരാജ്യത്തെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത, വളരെ പ്രാധാന്യത കൊടുത്ത പറയുന്ന ഒരു പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. മത്തായി എഴുതിയ സുവിശേഷം അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാണെങ്കിൽ മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷം എന്നീ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവരാജ്യം എന്നുള്ള പദപ്രയോഗമാണ്. എന്താണ് ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള വ്യത്യാസം? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ആത്മീയവും സ്വർഗീയവുമായ ഒരു ഭരണമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. എന്നാൽ ദൈവിക രാജ്യത്വം അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തിന്റെ ഭരണം, മനുഷ്യരുടെ ഇടയിലുള്ള, അതായത് മനുഷ്യ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ ഭരണമാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് അർത്ഥമാക്കുന്നത്. സ്വർഗീയ രാജ്യം എന്ന് പറയുന്നത് ആത്മീയവും സ്വർഗീയവുമായ ഒരു മരണമാണ് സ്വർഗരാജ്യം. അതിന്റെ ഉറവിടം സ്വർഗത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഇടയിലാണെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവിക രാജ്യത്വം നമ്മുടെ ഇടയിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ നാം അനുവദിക്കുമ്പോൾ ദൈവം നമ്മിൽ വെളിപ്പെടുകയും അവന്റെ ശക്തി നമ്മളെ പ്രകടമാക്കി നമ്മിലൂടെ ദൈവിക രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠവും പുതിയതുമാ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 47:2 നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിയും. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അത്യുന്നതനായ ദൈവം ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അത്യുന്നതനായ ദൈവം നമ്മുടെ മഹാരാജാവാണെങ്കിൽ ചില ചോദ്യചിഹ്നങ്ങൾ ജനം ഉന്നയിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം നമ്മുടെ മഹാരാജാവാണെങ്കിൽ നാം എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവം മഹാരാജാവായി നമ്മുടെ ഭൂമിയെ വാഴുന്നുവെങ്കിൽ, നമ്മുടെ ലോകത്തെ വാഴുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ലോകത്തിൽ കടന്നു വരുന്നു? എന്തുകൊണ്ട് ക്ഷാമവും ഭൂകമ്പവും പ്രതിസന്ധി ഘട്ടങ്ങളും ലോകത്തിൽ കടന്നു വരുന്നു? ഹല്ലേലൂയ. ദൈവം മഹാരാജാവാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല? ദൈവം മഹാരാജാവാകുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ വെളിപ്പെടുവാൻ കഴിയുന്നില്ല? ഹല്ലേലൂയ. അനവിധത്തിലുള്ള ചോദ്യചിഹ്നങ്ങളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ എല്ലാം ജീവിതത്തില് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങള്, ഇങ്ങനെയുള്ള പ്രതികൂല അവസ്ഥയിലൂടെ ചോദ്യചിഹ്നങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം മഹാരാജാവായിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭരണം, ദൈവരാജ്യത്തിന്റെ ഭരണം ദുർബലമായതുകൊണ്ടല്ല. ഹല്ലേലൂയ. അത് ബലഹീനമായതുകൊണ്ടല്ല. ദൈവത്തിന്റെ രാജ്യം നമ്മുടെ മേൽ വാഴുവാൻ കഴിയാതിരിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. നാം ഓരോരുത്തരുമാണ് അതിന്റെ തെറ്റുകാർ. നാം ഓരോരുത്തരുമാണ് അതിന്റെ ഹല്ലേലൂയ പ്രശ്നക്കാർ. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാത്ത വിധത്തിൽ മനുഷ്യൻ പാപത്തിന്റെ അടിമയായി പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ പാപം നമ്മളെ വാണുകൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും വെളിപ്പെടുവാൻ കഴിയുന്നില്ല പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപ സ്വഭാവത്തിന് അടിമപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. തങ്ങളുടെ പാപ സ്വഭാവത്തെ നീക്കി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണല്ലോ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ദൈവം തന്റെ അടുക്കലേക്ക്, ദൈവം തന്റെ രാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ യേശു തന്റെ രക്തം തന്റെ ജനത്തിന് വേണ്ടി ഒഴുക്കി രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച അവൻ തന്റെ രാജ്യത്തിലേക്ക് ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
ആമേൻ. ഇവിടെ നമുക്ക് ആമേൻ ദൈവരാജ്യത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ